നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം ഗർഭസ്ഥ ശിശുവിന്റെ മരണം ഒരു കുടുംബത്തെ ബാധിക്കുമോ എന്നൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കുട്ടി ജനിക്കാൻ പോകുന്ന അറിഞ്ഞ് 12 ദിവസം തൊട്ട് 12 വയസ്സ് വരെയുള്ള മരിച്ചു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബാലച്ചാവ്, കന്നിച്ചാവ്, ഇങ്ങനെയൊക്കെ പല അവസ്ഥയെ പറയാറുണ്ട്. ചില ഡോക്ടർമാരാണെങ്കിൽ നോക്കിയിട്ട് കുഞ്ഞിനൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിന് വളർച്ച കുറവാണെങ്കിലൊക്കെ അബോർട്ട് ചെയ്യാൻ പറയാറുണ്ട്. ചിലർ അല്ലാതെ തന്നെ ഇപ്പം വിവാഹം കഴിഞ്ഞ ഉടനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മധുവിധു ആഘോഷിച്ച് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു സമയം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പോയി അബോർട്ട് ചെയ്യുന്നുണ്ട്. ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും രോഗങ്ങൾ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയാറുണ്ട്. അപ്പം എന്തായാലും ഒരു കുട്ടി ജനിക്കാൻ ആരംഭിച്ച് 12 വയസ്സ് വരെ സംഭവിക്കുന്ന ഏത് രീതിയിലുള്ള മരണമായാലും, അബോർഷൻ ചെയ്യുന്നതായാലും, വെള്ളത്തിൽ വീണ് മരിക്കുന്നതായാലും, കയ്യബദ്ധങ്ങളാൽ മരണപ്പെടുന്നതായാലും, വണ്ടി ആക്സിഡന്റ് പറ്റി മരിക്കുന്നതായാലും, അപ്പം അങ്ങനെ ഏതൊരവസ്ഥയായാലും അതിന് ബാലച്ചാവ്, ബാലകനാണെങ്കിൽ ബാലച്ചാവ് എന്ന് പറയും, ബാലികയാണെങ്കിൽ കന്നിച്ചാവ് എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ ഒക്കെ നമുക്ക് 3 മാസം കഴിയുമ്പോഴേ നമുക്ക് ക്രോമസോം, അത് എക്സ് ക്രോമസോം, വൈ ക്രോമസോം, എക്സ് ക്രോമസോം അനുസരിച്ച് ആ പുരുഷൻ ബാലകനാണോ, വൈ ക്രോമസോം അനുസരിച്ച് ബാലികയാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. 3 മാസത്തിനകമായിട്ട് ഈ പറഞ്ഞ പോലെ പോകുന്ന അവസ്ഥകളുണ്ട്. അപ്പം അങ്ങനെ എന്തായാലും ആ ഒരു ഗർഭസ്ഥ ശിശു, അല്ലെങ്കിൽ ആ ഒരു ബാലപ്രേതം, അല്ലെ ബാലച്ചാവ്, അല്ലെ ബാലമൃത്യു ദോഷങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വരുന്ന സന്താനങ്ങളെ ബാധിക്കും. അച്ഛനെ അമ്മയെ ബാധിക്കുന്ന അവസ്ഥകൾ പലരുടെയും പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതായത് അവര് ആഗ്രഹങ്ങൾ സാധിക്കാതെ മരണപ്പെട്ട അവസ്ഥയാണ്. ആഗ്രഹങ്ങൾ സാധിക്കാതെ, ആഗ്രഹങ്ങൾ എന്താണ്? അപ്പം ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നടു വളച്ച് ഇങ്ങനെ, നമ്മുടെ ഇത് പുരാണങ്ങളിൽ, അല്ലെ ഹിന്ദു മിത്തോളജിയിലൊക്കെ പറയുന്നത്, നടു കുനിച്ച് ആ കുഞ്ഞ് 9 മാസവും 10 ദിവസവും പൂർത്തിയാവുന്നവരെ ഭഗവാനോട്, ജഗദീശ്വരനോട്, അല്ലെങ്കിൽ ജഗദീശ്വരിയോട്, ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്, തപസ് അനുഷ്ഠിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് വയറ്റിൽ കിടക്കുന്ന സമയത്ത് അമ്മ ആഹാരം കഴിച്ചെങ്കിലേ കുട്ടിക്ക് കിട്ടുള്ളൂ. അമ്മ ശ്വസിക്കുന്ന ആ ഒരു വായുവാണ്, അല്ലെ ആ ഒരു ഓക്സിജനാണ് കുഞ്ഞും ശ്വസിക്കുന്നത്. അപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കണ്ടിട്ട് ഭഗവാനെ എനിക്ക് ഭൂമിയിൽ കാലുകുത്താൻ പറ്റണം, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങി വളരാൻ പറ്റണം, പഠിക്കേണ്ട സമയമുണ്ട്, ജോലി ചെയ്യേണ്ട സമയമുണ്ട്, അച്ഛനാവുക, അപ്പൂപ്പനാവുക, അമ്മാവനാവുക, മുതുമുത്തശ്ശനാവുക, അങ്ങനെ ഓരോ സ്ഥാനങ്ങളിൽ എത്തി എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായി. പഴയ കാലത്ത് അവർ 1008 പൂർണ്ണചന്ദ്രന്മാരെ കാണുവാന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായതിനു ശേഷം ഭഗവാൻ വിളിക്കുന്ന സമയത്തേ എനിക്ക് പോകാവൂ. ഈ ഒരു ഭാവത്തിലാണ് നമുക്കിവര് തപസ് അനുഷ്ഠിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കുഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാവാതെ മരിക്കുമ്പോൾ, അല്ലെ അബോർഷൻ ചെയ്യുമ്പോൾ, ആ കുഞ്ഞിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിശമായ ചിന്താഗതികൾ കൂടുതലായിരിക്കും. അവനവന് കിട്ടാതെ പോയത് മറ്റുള്ളവർക്കും കിട്ടരുത്, അല്ലെ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ, കൊല ആചരിക്കുന്നവരിൽ, ബന്ധമെടുത്തവരിൽ, ബന്ധം കൊടുത്തവരിൽ, ഇതൊന്നും ആ കുഞ്ഞുങ്ങളിലൊന്നും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ അടുത്ത വരുന്ന സന്തതികളിൽ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കും. ആ അവസ്ഥ നമുക്ക്, ആ ബാലമൃതി, ഒരു ബാലച്ചാവ്, അല്ലെങ്കിൽ ബാലപ്രേതം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ദോഷമായിട്ട് ഭവിക്കാറുണ്ട്. പല കുഞ്ഞുങ്ങളും ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കാം, ഒരുപാട് വലിയ നിലകളിൽ എത്തേണ്ടവരായിരിക്കാം. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബാല്യകാലത്ത്, അല്ലെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ദേഷ്യം ഭയങ്കര കൂടുതലായിട്ട്, പഠിക്കുന്ന ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾ, അതിൽ ബാലാരിഷ്ടതയുണ്ട്, ആ ബാലാരിഷ്ടത ഇരട്ടിയായിട്ട് വരുന്ന അവസ്ഥകൾ, അച്ഛനെ അമ്മയെ സ്നേഹിക്കാതെ വരുന്ന അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് ഒരു ഭ്രാന്തമായ അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾക്കല്ലാതെ നമുക്ക് അവസ്ഥകൾ സംഭവിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഈ ഒരു ബാലമൃതി മൂലം, അല്ലെ ബാലച്ചാവിന്റെ ദോഷം മൂലം, അല്ലെ ബാലപ്രേത ദുരിതം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക്, അടുത്ത വരുന്ന തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം. അപ്പം അത് നമുക്ക് പ്രശ്നം വെച്ച് നോക്കി, അത് സാധാരണ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ചില ദ്വന്ദ്വ വ്യക്തിത്വം എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്, സൈക്കോളജിയിലൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ആ കുഞ്ഞല്ലാതാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ 5 വയസ്സുള്ള കുഞ്ഞ് 10 വയസ്സിന്റെ ശക്തി, അല്ലെ ആ 5 വയസ്സിന്റെ കുഞ്ഞ് ഒരു
സംസാരിക്കേണ്ട ഒരു സംസാരമായിരിക്കത്തില്ല ആ കുഞ്ഞ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ കാണാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സല്ല 7 വയസ്സിൽ ഭയങ്കര കഴിവുകൾ കാണിക്കാറുണ്ട്. അത് മുജ്ജന്മത്തിലെ ബാക്കി ജന്മം ജീവിച്ച് തീർക്കാനായിട്ട് ജന്മം എടുത്ത ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇതിനു മുൻപേ മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാവാം. ഭയങ്കര കഴിവുകളൊക്കെ കൊച്ചിലെ കാണിക്കും, പിന്നെ അങ്ങോട്ട് ഒട്ടും കഴിവുകൾ കാണത്തുമില്ല. അതൊക്കെ ഈ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ബാലപ്രേതത്തിൻ്റെ ഗർഭശിശുവിൻ്റെ മരണം കൊണ്ട് നമുക്കുണ്ടാകാം. ആ കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ ദുരിതങ്ങൾ ഭവിച്ചു വരാറുണ്ട്. ആ കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ ദുരിതങ്ങൾ വരുമ്പോഴേ അത് എന്താണെന്ന് നോക്കിയിട്ട് ഈ കുഞ്ഞിനും അതൊരു ജീവനല്ലേ, അതിനൊരു മോക്ഷപ്രാപ്തി, അതിന് ഈ ജന്മത്തെ കർമ്മബന്ധങ്ങൾ നീക്കി എന്തായാലും മരണപ്പെട്ടതാണ്, അതിനടുത്ത ജന്മത്തിലേക്ക് പോകണം. ആ പോവാനായിട്ട് അത് ഒരുപാട് വെപ്രാളങ്ങൾ, ഒരുപാട് പല അവസ്ഥകളിൽ കാണിക്കും. അത് നമ്മുടെ കടമയാണ് ആ കുഞ്ഞിനെ പറഞ്ഞ പോലെ സുദർശനം പോലുള്ള ഹോമങ്ങൾ ചെയ്ത് ആവാഹിച്ച് അതിനെ തൃപ്തിപ്പെടുത്തി അതിന് തിലഹവനാദികളോടെ കരയിടിച്ചു വിട്ടാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിന് നിത്യം നിവേദ്യങ്ങളൊക്കെ കൊടുക്കുന്ന തിരുവല്ലം പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ സമർപ്പിച്ച് അതിന് ബലിയിട്ട് കഴിയുമ്പോൾ ആ ഒരു ആത്മാവിനും മോക്ഷം കിട്ടും. അല്ലാത്ത പക്ഷം നമുക്ക് ചില അവസ്ഥകളിൽ ചേർക്ക് ഈ പറഞ്ഞ ബാലമൃതി ദോഷം കിടന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ കുട്ടികളില്ലാതെ വരുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആ അടുത്ത വേറെ ആ ജന്മത്തിൽ അല്ലെ അടുത്ത ജന്മത്തിലെ കുട്ടികളില്ലാതെ വരുന്ന അവസ്ഥ, കുട്ടികളെ കൊണ്ട് മാനസികമായിട്ട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥകളൊക്കെ കണ്ടുവരാറുണ്ട്. എന്തായാലും നമ്മൾ അറിഞ്ഞോ അറിയാതെ പറഞ്ഞ പോലെ തന്നെ ബാലമൃതി നമുക്കറിയാവുന്ന കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധമെടുത്തവരിലോ ഒക്കെയുള്ള കുടുംബങ്ങളിലൊക്കെ ഉള്ള ആ ബാലമൃതി ദോഷം നമുക്ക് അറിഞ്ഞ് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെത്രയും പെട്ടെന്ന് പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക. അതും മോക്ഷം കിട്ടട്ടെ, അതും അടുത്ത ഒരു ജന്മം കിട്ടി അതും ജീവിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.